കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചില ചെറിയ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുന്നത് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സൂചന നൽകും. കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന സമയങ്ങളിൽ നാം അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും മുതിർന്നവരെ ചിലപ്പോൾ ഭയപ്പെടുത്തും, പ്രത്യേകിച്ച് നവജാത ശിശുക്കളാണെങ്കിൽ. പലപ്പോഴും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ചില മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കാറുമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുഞ്ഞുങ്ങളുടെ ആരോഗ്യപരമായ സൂചനകൾ എന്തെല്ലാമെന്ന് നോക്കാം. ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് നാം കുഞ്ഞുങ്ങളുടെ ആരോഗ്യപരമായ സൂചനകളിലേക്ക് ശ്രദ്ധ വെക്കേണ്ടി വരുന്നത്. ആദ്യത്തേത് മുലപ്പാൽ സംബന്ധമായ കാര്യങ്ങളിലേക്ക് തന്നെയാണ്. ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കുഞ്ഞിന് നൽകുക എന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നു. ആദ്യത്തെ പാൽ, അതായത് കൊളസ്ട്രം, ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആദ്യത്തെ മരുന്ന് തന്നെയാണ് ഈ കൊളസ്ട്രം. അതിനാൽ ഇത് നിർബന്ധമായും കൊടുക്കുക തന്നെ വേണം. അതുപോലെ മുലപ്പാൽ കുഞ്ഞിന് മതിയാകുന്നുവോ എന്നറിയേണ്ടതും പ്രധാനമാണ്. അതല്ലെങ്കിൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയെ തന്നെ സാരമായി ബാധിക്കും. ആദ്യ കുറച്ചു ദിവസങ്ങളിൽ കുഞ്ഞ് അടിക്കടി മൂത്രമൊഴിക്കും. ഇതിൽ കുറവുണ്ടോ എന്നും അറിയണം. ഇതുപോലെ കുഞ്ഞിൻ്റെ മലവിസർജനം കട്ടിയാകാതെ അല്പം അയഞ്ഞാണ് പോവുക. കുഞ്ഞ് അടിക്കടി കരയുന്നതും ഈ സമയങ്ങളിൽ പതിവാണ്. ഇത് മുലപ്പാൽ കുറഞ്ഞതുകൊണ്ട് മാത്രമാകണമെന്നില്ല. ഉറക്കം വന്നാലും മൂത്രമല വിസർജനം നടത്തുമ്പോഴുമെല്ലാം കുഞ്ഞ് കരയും. കുഞ്ഞിൻ്റെ വെയിറ്റ് കൃത്യമായി ചെക്ക് ചെയ്യണം. ഇതിൽ കുറവ് വന്നാൽ പാൽ കുഞ്ഞിന് തികയുന്നില്ലെന്ന്, അല്ലെങ്കിൽ കുഞ്ഞ് ശരിയായി പാൽ കുടിക്കുന്നില്ലെന്ന് മനസ്സിലാക്കാം. ഇത് ശ്രദ്ധ വേണ്ട കാര്യം തന്നെയാണ്. കുഞ്ഞിന് നിർജ്ജലീകരണം സംഭവിക്കുന്നുവെങ്കിൽ മൂത്രത്തിൻ്റെ അളവും കുറയുന്നതാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞിന് എത്ര വട്ടം പാൽ കൊടുക്കുന്നുവെന്ന് ചോദിച്ചാൽ ഡിമാൻഡ് ഫീഡിംഗ് എന്നാണ് പറയുക. കുഞ്ഞിന് ആവശ്യമനുസരിച്ച് പാൽ നൽകുക എന്നതാണ് പ്രധാനം. പാൽ കൊടുത്തിട്ടും കുഞ്ഞു കരയുന്നുവെങ്കിൽ കുഞ്ഞിന് വിശക്കുന്നുവെന്ന് മാത്രമല്ല അർത്ഥം. വിശപ്പ് മാറിയാലും ചുറ്റുപാടുകളുമായി ചേർന്ന് പോകുന്നത് വരെ കുഞ്ഞുങ്ങൾ കരയുന്നത് സാധാരണയാണ്. ഇതുപോലെ കുഞ്ഞിന് പാൽ കൊടുത്താൽ ബർപ്പിംഗ്, അതായത് കുഞ്ഞിനെ പുറത്ത് തട്ടി ഗ്യാസ് കളയുന്ന പ്രക്രിയയും ചെയ്യണം. അതല്ലെങ്കിൽ കുഞ്ഞിന് വയറ്റിൽ ഗ്യാസ് വന്ന് നിറയുന്ന അവസ്ഥയുണ്ടാവും. ജനിച്ചയുടൻ കുഞ്ഞിൻ്റെ ഭാരം അല്പം കുറയുന്നത് സാധാരണയായിട്ട് കാണുന്ന ഒന്നാണ്. ഇത് 2 ആഴ്ചക്കുള്ളിൽ തിരികെ കിട്ടുകയും ചെയ്യുന്നു. കുഞ്ഞിനെ എപ്പോഴും പൊതിഞ്ഞു വെക്കുന്നതാണ് നല്ലത്. കുഞ്ഞിൻ്റെ മലവിസർജനവും പ്രധാനമാണ്. ആദ്യം കറുത്ത നിറത്തിലെ മലമാണ് പോവുക, പിന്നീട് ഇതിൻ്റെ നിറം മാറും. ചില കുട്ടികൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ 4-5 തവണ മലവിസർജനം നടത്തും. ചില കുട്ടികൾക്ക് 2-3 ദിവസങ്ങൾ കൂടിയാകും വയറ്റിൽ നിന്ന് പോവുക. ഇത് വല്ലാതെ കട്ടിയായി പോകാത്ത അവസ്ഥയാണെങ്കിൽ ആശങ്ക വേണ്ട. അതുപോലെ മലത്തിൽ രക്തം കണ്ടെത്തിയാലും ഉടനെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 24 മണിക്കൂറിൽ മലവും 48 മണിക്കൂറിൽ മൂത്രവും പോകണമെന്നാണ് പറയുന്നത്. മൂത്രം 6 മുതൽ 12 മണിക്കൂറിനിടയിൽ പോവണം. അതുപോലെ മറ്റൊരു കാര്യമാണ്, മഞ്ഞ നിറത്തിലാണ് മൂത്രം പോകുന്നതെങ്കിൽ അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് പാൽ കുടിച്ചാൽ വായിൽ നിന്ന് പാൽ അല്പം പോകുന്നതും സാധാരണയാണ്. ഇത് വെള്ള നിറത്തിലാകും പോകുന്നത്. ഇത് ഛർദിയല്ല. ഛർദിയെങ്കിൽ മഞ്ഞ നിറത്തിലായിരിക്കും പോവുക. ഇതേ നിറത്തിൽ പോവുക കുഞ്ഞിന് ക്ഷീണം ഉണ്ടാവുക, മലവിസർജനം കുറയുക തുടങ്ങിയ അവസ്ഥകളാണെങ്കിൽ മെഡിക്കൽ സഹായം തേടേണ്ടതാണ്. കുഞ്ഞിന് കണ്ണെഴുതുക, പൗഡർ ഇടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുഞ്ഞിൻ്റെ കണ്ണ് വൃത്തിയാക്കാൻ വൃത്തിയുള്ള തുണി വെള്ളത്തിൽ നനച്ച് പുറമേ നിന്നും തുടയ്ക്കാം. കണ്ണിൻ്റെ ഉൾഭാഗത്ത് സ്പർശിക്കരുത്. കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ വീണു പോകും. പൊക്കിളിന് ചുറ്റും ചുവന്ന നിറം വരുന്നുണ്ടോ എന്ന കാര്യവും ശ്രദ്ധിക്കണം. ഇത് ഇൻഫെക്ഷൻ ആകാം. പൊക്കിൾ കൊടി കൊഴിഞ്ഞു പോയാൽ ഈ ഭാഗത്ത് പൗഡറോ മറ്റു ഓയിൻമെന്റുകളോ ഇടേണ്ട കാര്യമില്ല. പൊക്കിൾ കൊടി പോകും വരെ ഈ ഭാഗത്ത് വെള്ളമാകാതെ സൂക്ഷിക്കുകയും വേണം. ചില പെൺകുട്ടികളുടെ വജൈനയിൽ നിന്നും ചെറുതായി ബ്ലീഡിംഗ് പോലെയുള്ള ഡിസ്ചാർജ് ഉണ്ടാവും. ഇത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണയാണ്. ജനിച്ചയുടൻ ഇത് പല കുട്ടികളിലും കാണുന്നു. ഇത് അമ്മയുടെ ശരീരത്തിലെ ഹോർമോണുകൾ വരുമ്പോഴുണ്ടാകുന്നതാണ്. അതുപോലെ ചില പെൺകുട്ടികളുടെ മാറിയുടെ ഭാഗത്ത് നിന്നും വീർമതയും പാൽ പോലുള്ള ദ്രാവകവും വരുന്നതും കാണാം. ഇത് പിഴിഞ്ഞു കളയാൻ ശ്രമിക്കരുത്. ഇത് തനിയെ അല്പ ദിവസങ്ങൾക്ക് ശേഷം മാറിക്കോളും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.